ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദോസ് ഹു ആർ തേഴ്സ്റ്റി ഇൻ സ്പിരിറ്റ് ആർ ദ ബ്ലെസ്സഡ്. ഗിരിപ്രഭാഷണത്തിൽ മലമേൽ കയറി നിന്ന് യേശുക്രിസ്തു പറഞ്ഞ അധ്യായങ്ങളാണ് ഇപ്പോൾ എടുക്കുന്ന 5, 6, 7 3 അധ്യായങ്ങളും ഗിരിപ്രഭാഷണത്തിലെ കർത്താവിൻ്റെ ബിയാറ്റിറ്റ്യൂഡ്. ബിയാറ്റിറ്റ്യൂഡ് മീൻസ് ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് മീൻസ് മനോഭാവം. എന്താണ് നിൻ്റെ മനോഭാവം? നമ്മൾ നിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്ന് നമ്മൾ ചിലരോട് പറയും. നമുക്കറിയാം, അവർ പറഞ്ഞില്ലെങ്കിൽ അവരുടെ മുഖം കാണുമ്പോൾ അറിയാം. അപ്പം ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ് എന്ന്, അതായത് സെയിൻറ്റ് അഗസ്റ്റിനാണ് പറഞ്ഞത് ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ് എന്നുള്ള പേരിട്ടത്. അപ്പം ഓരോ പേര് ഈ പഴയ വേദപുസ്തകമൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്ന പോലെ അധ്യായങ്ങളും കൊട്ടേഷൻ വെച്ചൊന്ന് തിരിച്ചിട്ടില്ലായിരുന്നു. ഒരേ ബുക്ക് വട്ടത്തിലങ്ങ് എഴുതിക്കൊണ്ടങ്ങ് പോവുകയാണ്. അത് ചുരുളാണ്. അത് തുറക്കുമ്പോൾ ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഓർക്കണം. ഇപ്പോഴാണ് ഈ അധ്യായങ്ങളാക്കി മാറ്റി നമ്മുടെ കയ്യിൽ വന്നത്. സോ നമ്മൾ ഈ വായിക്കുമ്പോൾ ഈ അധ്യായം ഇങ്ങനെ 5-ാം അധ്യായം എന്നൊന്നും അന്ന് പറയാനൊക്കത്തില്ല. കാരണം അവനൊന്നും നമ്പറൊന്നും ഇട്ടിട്ടില്ല. പിന്നെ കോഡിഫൈ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്പർ ഇടുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തുടക്കം അന്ത്യം വരെ ഇതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗിരിപ്രഭാഷണത്തിൽ ആദ്യ കർത്താവ് പറഞ്ഞത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രൻ നോൺ ആസ് ദ ബിയാറ്റിറ്റ്യൂഡ്. ആക്ച്വലി it gives emphasis on humility, the importance of mercy and the pursuit of righteousness, suggesting that believers should aim for spiritual perfection and reflect Christ's character in their lives. അതായത് വിനയവും താഴ്മയുമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാണ്. എന്നിട്ട് നീതി അന്വേഷിക്കുന്നവരാണ്. അത് നീതിമാൻ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന, നീതിയെ അന്വേഷിക്കുന്നവരായി മാറണം. അവിടെ എന്തെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ, അതുകൊണ്ട് എനിക്കെന്ത്. എന്നാൽ നീതി ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളൊക്കെ ഇപ്പം കണ്ണങ്ങ് അടയ്ക്കും. പക്ഷെ നീതിയെ അന്വേഷിക്കുന്നവരായി മാറണം നമ്മൾ. എന്നിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ആത്മാവിൽ പെർഫെക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണതയുള്ളവരായി മാറണം. എന്നിട്ട് ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ നമ്മൾ കാണിക്കണം. ബിയാറ്റിറ്റ്യൂഡിലെ ആദ്യത്തെ വേഴ്സ് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ദ പുവർ ഇൻ സ്പിരിറ്റ്. പുവർ ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ആത്മീക ദാരിദ്ര്യം. ഇതിനെക്കുറിച്ച് ഒരു ബുക്ക് എഴുതിയാലും തീരൂല. എന്താണ് നമ്മുടെ ആത്മീക ദാരിദ്ര്യം? നമ്മൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പുവർ ഇൻ സ്പിരിറ്റ് എന്നൊക്കെ പറയുമ്പം നമ്മൾ വിചാരിക്കും ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ പുറമേ കാണിച്ച് കുറച്ച് നല്ല വസ്ത്രമൊന്നും കൊടുക്കാതെ ഒരു ചുമ്മാതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ആത്മീയ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ വലുതായിട്ടുള്ളത് എൻ്റെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ അവകാശം മുഴുവനും എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ദ ഇൻഹെറിറ്റൻസ് അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, മുടിയനായ പുത്രനിൽ 2 മക്കളും ശരിയല്ല. അവിടെ പ്രാധാന്യം അപ്പനാണ്. ഈ 2ാമത്തെ മകൻ, മുടിയനായ പുത്രൻ, 2ാമത്തവൻ, ഇളവൻ, അവന് കുറച്ച് അവകാശമേ ഉള്ളൂ. ദ ഇൻഹെറിറ്റൻസ്, അവൻ്റെ അവകാശം പിതാവ് കൊടുക്കുന്നതാണ്. അത് പിതാവ് നമ്മൾ ഈ ബില്ല് എഴുതുന്ന പോലെ മരിക്കുന്നിടം വരെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ അവകാശമുണ്ട്. ഈ ബില്ല് എഴുതിയിട്ടൊന്നുമില്ല, പക്ഷേ ഈ ഇളയവൻ പറഞ്ഞു എനിക്കെൻ്റെ അവകാശം വേണം. അപ്പം സാധനങ്ങൾ അല്ലെങ്കിൽ പണം കൊടുത്താണ് ഇവനെ വിടുന്നതെന്ന് ഓർക്കണം. ഇവൻ ഇത് കൊണ്ടുപോയി ധാരാളമായിട്ട് ദൂർത്തടിച്ചത് ഇല്ലാതായി, അവൻ്റെ കയ്യിലൊന്നും ഇല്ലാതായപ്പോൾ അവന് സുബോധം കൊടുത്ത് അവനെ ആത്മാവിൽ ദരിദ്രനാകുകയാണ്. അതായത് പുറമേയുള്ള അവൻ്റെ സകല ആശ്രയവും എടുത്തു മാറ്റി. ആ ഒരു ലെവല് അത് എല്ലാ വിശ്വാസികളും, യഥാർത്ഥ എല്ലാ വിശ്വാസികൾക്കും ഈ ജീവിതത്തിൽ അതുണ്ടാകും. നമ്മൾ ആശ്രയിക്കുന്ന പലതും പല ഘട്ടങ്ങളിലായിട്ട് ദൈവം എടുത്തു. യോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്ക്. അപ്പം നമ്മൾ അതിനകത്ത് 2-3 എക്സാമ്പിൾ. 1 പത്രോസ് 5:6-7 ഇങ്ങനെയാണ്: താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുപ്പീൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോടെ എതിർത്തിരിക്കും, താഴ്മയുള്ളവർക്കോ കൃപ നൽകും. അപ്പം ദൈവത്തിന് ഗർവമുള്ള ഹൃദയത്തെ ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പം താഴ്മ ധരിക്കണമെന്ന് 1 പത്രോസിൽ പറയുന്നു. ഇതെന്താണ് ഈ താഴ്മയെന്ന് ചോദിച്ചാൽ ഒരു യാഡ് സ്റ്റിക്ക് ഇതിനില്ല എങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ പാടാം. അതായത് സ്വർണം, യഥാർത്ഥ സ്വർണം എന്തെന്നുള്ളത് ദർ ഈസ് എ സ്റ്റാൻഡേർഡ് 966 എങ്കിൽ നമ്മൾ എഴുതുമ്പം അത് കറക്റ്റായിട്ട് ആഭരണങ്ങൾക്കുള്ള. എന്നാൽ പൂർണ്ണമായിട്ടും സ്വർണ്ണമായിട്ടുള്ളത് എന്താണെന്നുള്ളതിന് ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എങ്ങനെ അറിയും?
എന്ന് പറയുന്നത് പോലെ എന്താണ് ഈ ഹൃദയത്തിൻ്റെ താഴ്മ? ആ താഴ്മയെക്കുറിച്ച് പഠിപ്പിക്കുമ്പം കർത്താവ് എടുക്കുന്ന ഭാഗം ഇതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18:9-14 വരെയുള്ള വാക്യം. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിൽ ഒക്കെയും 10 കൊടുക്കത്തോട് വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരന് ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷം പറഞ്ഞു. ഇത് 2 പേരാണ്. ഒരാൾ പരീശന്, ഒരാൾ ചുങ്കക്കാരൻ. ഈ പരീശൻ വചനം മുഴുവൻ അറിയാവുന്ന ആളാണ്, തോറ മുഴുവൻ പഠിച്ചിട്ടുള്ളതാണ്. പരീശൻ എന്താണ് പറയുന്നത്? പരീശൻ ഇവിടെ വന്നപ്പോൾ ചുറ്റുപാടും നോക്കിയപ്പോൾ ഒരു ടാക്സ് കളക്ടർ അല്ലെങ്കിൽ ഒരു പാപിയായ ഒരുത്തൻ പുറകെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിന്നോട് ആര് പറഞ്ഞു അവിടെ ഇവിടെ നോക്കാൻ? നീ പള്ളിയിലോ അല്ലെങ്കിൽ ആലയത്തിലോ വന്നാൽ ദൈവത്തെ കാണാനാണോ വന്നത്? ചുറ്റുപാട് നിൽക്കുക. നമ്മൾ മനുഷ്യരെ കാണാനാണോ പോകുന്നത്, അതോ ചുറ്റുപാടും ദൈവത്തെ കാണാനാണോ പോകുന്നത്? ചോദ്യമാണ്. പരീശൻ നോക്കിയപ്പം പുറകെ നിൽക്കുന്ന ആൾ ചുങ്കക്കാരനാണ്. ഈ ഓൾറെഡി കമ്പയർഡ് ഹിംസെൽഫ് വിത്ത് ഹിം. ഞാനും അവനുമായിട്ടുള്ള കമ്പാരിസനാണ്. അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി എനിക്കില്ലല്ലോ എന്നാണ് ദൈവസന്നിധിയിൽ നീതീകരിച്ച് സംസാരിക്കാൻ. എന്നാൽ ചുങ്കക്കാരൻ പറയുകയാണ്, അയ്യോ ഞാൻ പാപിയാണ്, നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, കർത്താവേ എന്നോട് കരുണ തന്നു. ദാറ്റ് ഈസ് കോൾഡ് ദാരിദ്ര്യാവസ്ഥ. പണമില്ല എന്നല്ല, നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ പ്രകാശം. എൻ്റെയും നിങ്ങൾ ദൈവത്തെ കാണണമെന്ന് എപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നോ അവൻ്റെ പ്രകാശം നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ വി റിയലൈസ് ഹൗ സിൻഫുൾ വി ആർ. കാരണം കർത്താവിൻ്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് വലുതാണ്. ദൈവദൂതന്മാർക്ക് പോലും വിശുദ്ധി കുറവെന്ന് ദൈവം കാണുമ്പോൾ നമ്മൾ എന്തുമാത്രം നമ്മളെ തന്നെ നമ്മുടെ ഈ ദൈവവുമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പം നമ്മളൊന്നുമില്ല എന്നും പറഞ്ഞ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നല്ല. ഹീ ലവ്സ് അസ്. ഈ പാപിയായിരിക്കുമ്പോൾ തന്നെ അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ യേശു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്രൈറ്റീരിയ പരിശുദ്ധാത്മാവിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ ആത്മാവിൽ ഒന്നുമായിട്ടില്ല. ഇപ്പോൾ ഏദൻ തോട്ടത്തിലേക്ക് നമ്മളൊന്ന് പുറകോട്ടൊന്ന് പോയി ചിന്തിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഏദൻ തോട്ടത്തിൽ നിൽക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ ഗ്ലോറി കൊണ്ട് എന്നെ പൊതിഞ്ഞിരിക്കുകയാണ്, വൈകിട്ടെന്നും ഞാൻ ദൈവവുമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്, ദൈവത്തിൻ്റെ ഹൃദയം എനിക്കറിയാം, എൻ്റെ മുഖത്ത് ആ ദൈവ തേജസ്സാണ് വീഴുന്നത് എങ്കിൽ ഞാൻ എത്ര ഭാഗ്യവതിയല്ലേ. ഞാൻ ഒരു പ്രാവശ്യം പള്ളിയിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് നിന്നെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ നിർബന്ധം പറഞ്ഞു, ഐ വോണ്ട് ടു സീ യു, ദൈവത്തെ ഇന്ന് ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തിനാണ് കാണുന്നത് വെച്ചാൽ എൻ്റെ ചില കാര്യങ്ങൾ നടക്കാത്തതൊക്കെ ഒന്ന് ചോദിച്ച് വാങ്ങിക്കണം എന്നുള്ള അത്യാവശ്യത്തിലാണ്. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടല്ലോ, അങ്ങനെയാണ് ചോദിക്കുന്നത്, കണ്ടിട്ടേ പോകത്തുള്ളൂ. ഞാൻ അവിടെ ശുശ്രൂഷ ആ പള്ളിയിൽ നടക്കുന്നുണ്ട്, ഞാൻ ദൈവമായിട്ട് ഇങ്ങനെ മൽപ്പെടുത്തതാണ്, കണ്ടിട്ടേ പോകത്തുള്ളൂ കണ്ട് ഞാൻ കർത്താവ് എൻ്റെ മുൻപിൽ ഒരു കുറച്ചൊരു സെക്കൻഡിലേക്ക് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതും ചോദിക്കേണ്ട എല്ലാം ഞാനങ്ങ് മറന്നു പോകുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഓർത്ത് വെച്ചു, കർത്താവ് വന്ന് വെച്ച് പോയിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ ആവശ്യം. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ്. എപ്പോൾ ദൈവാത്മാവ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമോ, ദൈവം മുമ്പിൽ വരിക, നമ്മൾ ഈ ലോകത്തിൻ്റെ ഭാരം ഒന്നും വലുതായിട്ട് കാണാൻ ദൈവം അനുവദിക്കത്തില്ല. ബിക്കോസ് ഇൻ പ്രസൻസ് ഓഫ് ഹിസ് ഗ്ലോറി, അവൻ്റെ സാന്നിധ്യത്തിൽ ദീസ് ആർ നത്തിങ്. ഈ കാണുന്നത് താൽക്കാലിക കാര്യങ്ങളും കാണാത്തത് നിശ്ചയമായിട്ടുള്ള ഉറപ്പുണ്ട് എന്ന് വേദപുസ്തകത്തിൽ പറയുമ്പോൾ ദൈവത്തെ കാണാനുള്ള വാഞ്ചയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണും. അതാണ് നമ്മുടെ ആദ്യത്തെ. എല്ലാം മാറ്റി. ഇപ്പം നമ്മൾ പറയും, ഇപ്പം പ്രാർത്ഥിക്കാൻ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയ ആളുകൾ കൂടും, തരുന്നില്ല, തരാത്ത ദൈവമല്ല, അവിടെ അത് വാങ്ങിച്ചെടുത്തോ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഈ ദൈവം ഈ സോഴ്സ് അറിഞ്ഞിട്ട് അവൻ്റെ ശക്തിയിൽ ഈ ഭൂമിയിൽ ജീവിച്ച് അവന് വേണ്ടി സ്വർഗരാജ്യം ഇവിടെ കൂടെ പണിയാനൊത്തെങ്കിൽ ഹൗ മച്ച് മോർ മാർവലസ് ഈസ് ദ ലൈഫ് ഓൺ ദിസ് എർത്ത്. ഈ ഭൂമിയിലെ ജീവിതം അപ്പം പിന്നെ അതിനൊരു പ്രത്യേകത ഉണ്ട്. അത്
പറഞ്ഞു പഠിപ്പിക്കാൻ ഇച്ചിരി പാടാണ്. ഇതിപ്പം ഞാൻ വർഷങ്ങളോളം വചനമെടുത്ത് വചനത്തിൽ തന്നെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ കർത്താവ് ആഴത്തിലേക്ക് ഇറങ്ങിയ കർത്താവ് എന്നോട് ഇത് പ്രത്യേകം പറഞ്ഞൊരു പോയിൻ്റാണ്, ഞാൻ നിന്നെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുന്നവളാക്കും. അതായത് ഇതുവരെ പാല് കുടിച്ചുകൊണ്ടിരുന്നവരെ പാല് കുടിക്കുന്ന ശിശുക്കളാണ്. നമ്മൾ ഈ ആത്മീയ ഗോളത്തിൽ ഇത്രയും അറിഞ്ഞാൽ മതിയെന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കണം, വി ഹാവ് നോട്ട് ഈവൻ സീൻ ഹൂ ഗോഡ് ഈസ്. ഇത്രയും അറിയാനാണ് നമുക്കൊന്നും ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. പക്ഷെ അറിയും തോറും കർത്താവിനെ യഥാർത്ഥത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നു. ദർ ഈസ് ആൻ എക്സൈറ്റ്മെൻറ്റ് ഇൻ ലിവിങ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട്. അത് തൃപ്തിയാക്കുന്ന ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് അനുഭവിച്ചറിയുന്നവർക്കറിയാം. അങ്ങനെയുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോൾ ആ പ്രചോദനം നമ്മുടെ മേലേക്ക് പകരും. അതുകൊണ്ടാണ് ഈ വചനം അയക്കുമ്പം ആത്മാവിൽ ദരിദ്രനാണോ എന്ന് എനിക്ക് ചോദ്യം ചെയ്യാനൊക്കത്തില്ല. ഇപ്പം എന്നെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാം. പക്ഷെ വചനം കേൾക്കുമ്പോൾ വചനം റീഡ് ചെയ്തിട്ട് വചനം വായിച്ചിട്ട് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ആത്മശുദ്ധി ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ അയ്യോ ഞാനൊന്നുമില്ല, ഐ വോണ്ട് യു എന്നുള്ള ആ ഫീലിംഗ്. അതാണ് മുടിയനായ പുത്രനുണ്ടായത്. ഞാനൊന്നുമില്ല, സ്വർഗത്തോടും എൻ്റെ അപ്പനോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു, അതാ ഞാൻ തിരിച്ചു പോകുന്നു. ആ ഒരു അറിവാണ് ഈ നോയമ്പിനെ കുറിച്ച്. എന്താണ് നോയമ്പെന്നുള്ളതൊക്കെ ഏശയ്യ 58 എല്ലാവരും പറഞ്ഞു. ഞാൻ ആ പോയിൻ്റ് അല്ല എടുക്കുന്നത്. നോയമ്പെന്ന് പറയുമ്പോൾ സ്വർഗരാജ്യം പണിയാൻ എന്നെയും നിങ്ങളെ ഉപയോഗിക്കാൻ കൊള്ളൂ. ഏതായാലും നമ്മൾ സമയമെടുത്ത് ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ സ്വർഗരാജ്യം നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റുപാടും പണിയാൻ ഒക്കുന്നുണ്ടോ? അതായിരിക്കണം നമ്മുടെ ക്രൈറ്റീരിയ. ഇതൊരു ബിഗിനിങ് ആയിട്ട്, ഇത് കോർണർ സ്റ്റോൺ ഇടുകയാണ്, അതായത് ഫൗണ്ടേഷൻ സ്റ്റോൺ ആയിട്ടുള്ളൂ. നമുക്ക് ബാക്കി പിന്നെ ദിവസം എടുക്കാൻ പ്രാർത്ഥിക്കാം. നാഥ, ആത്മാവിൽ ദരിദ്രരായവർ, ഞാൻ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല, എൻ്റെ സ്ഥിതി എന്തെന്ന് മനസ്സിലാക്കി ആ പരീശൻ തന്നെത്താനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന് ആ ചുങ്കക്കാരനെ കുറ്റം പറഞ്ഞു. അവനൊന്നും നേടാതെ പോയി. ചുങ്കക്കാരനോ അയ്യോ ഞാൻ പാപിയാകുന്നു, എൻ്റെ സ്ഥിതി വളരെ മോശമാണ്, എനിക്ക് നിൻ്റെ കൃപയും കരുണയും ആവശ്യമുണ്ട്. അവൻ നീതിയുള്ളവനായിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. ഇതൊക്കെ മനസ്സിലാക്കാൻ പാടാം. എങ്കിലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് മാത്രം നോക്കാനുള്ള കൃപയാണ് ഇതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇടതും വലതും ഇരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു, അല്ലേ എൻ്റെ വീട്ടിലുള്ളവർക്ക് ആ സ്വഭാവം ഉണ്ടെന്ന് വിധിക്കാതെ എന്നിലാണ് ആ ബലഹീനത എന്ന് മനസ്സിലാക്കി ഞാനാണ് കർത്താവ് ബലഹീനൻ. ഞാൻ പൗലോസ് ചിലയിടത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ പാപിയാണെന്ന് പറയുന്നുണ്ട് ഒരു സമയത്ത്. അയ്യോ ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആത്മീക ദർശനമുള്ളവർക്കേ അത് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് എന്നും പാപിയായിട്ട് നമ്മളെ വെക്കുന്നുമില്ല. ദൈവത്തിൻ്റെ മക്കളായിട്ട് ഞങ്ങളെ സ്വീകരിച്ചിരിക്കുമ്പം കുറവുണ്ടേ എന്ന് മനസ്സിലാക്കി അത് അനുദപിച്ച് കഴിയുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതുപോലെ സർപ്പസന്തതികളായിട്ട് ജീവിക്കാതെ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് ഞങ്ങളുടെ ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥ മനസ്സിലാക്കി നിന്നിലേക്ക് കടന്നു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് അതിന്നൊരു പ്രോമിസാണ്. ഇതൊരു വീട് പണിയുന്നതിൻ്റെ മൂലക്കല്ലായിട്ട് ഇത് തുടങ്ങുന്നതേ ഉള്ളൂ കർത്താവേ. അതുകൊണ്ട് നിൻ്റെ ആത്മാവ് ഞങ്ങളെ നയിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ജോഷുവ പറഞ്ഞതുപോലെ എന്നിൽ ഈ ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥയുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യം. സ്വർഗരാജ്യം എനിക്കുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ എൻ്റെ ഭർത്താവിലും എൻ്റെ മക്കളിലും ചുറ്റുപാടുമുള്ളവരിലും അതുണ്ടാക്കാൻ സാധിക്കും. അത് എന്നിലാണ് ആ ക്വസ്റ്റ്യൻ നിൽക്കുന്നത് കർത്താവ്. അതെല്ലാവരും ഈ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇത് അപ്പുറത്തെ ആൾക്കാണ് ആവശ്യമെന്ന് ചിന്തിക്കാതെ എനിക്കാണ് ആവശ്യം. ഭാര്യ ഭർത്താവിനാണിത് ആവശ്യമെന്നും ഭർത്താവ് ഭാര്യയ്ക്കാണിത് ആവശ്യമെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കാതെ എനിക്കാണ് ആവശ്യമെന്ന് മനസ്സിലാക്കി നിൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നു. അതാ നീ ഞങ്ങളെ ഓരോരുത്തരും ശുദ്ധമാക്കിയിട്ട് നിൻ്റെ പരിശുദ്ധമായ വിശുദ്ധ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറച്ചിട്ട് ഞങ്ങളിലുള്ള കീടങ്ങൾ എടുത്തു കളഞ്ഞ് ശുദ്ധിയുള്ളവരായിട്ട് നിൻ്റെ ആത്മാവിൽ ഒരു അനുഗ്രഹ ജീവിതം അല്ലെങ്കിൽ ഭാഗ്യജീവിതം ലോകത്തിൽ തന്നെ നിൽക്കുവാനും സ്വർഗരാജ്യം ഇവിടെ പണിയുവാനും നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. ഞാൻ ഉണർന്നാൽ എൻ്റെ ദേശം ഉണരുമെന്ന് പറയുന്നത് പോലെ നിൻ്റെ ആത്മാവിനെ ഞങ്ങളെ തട്ടി ഉണർത്തുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.